Hello all. So today we are going to discuss about setting up of new bank and new bank licensing policy 2013. ഈ രണ്ട് ടോപ്പിക്കിനും സെയിം ആൻസർ അഥവാ സെയിം എക്സ്പ്ലനേഷൻ തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ഒരു ബാങ്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ ബാങ്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ അങ്ങനെ ലൈസൻസിങ് റിക്വയർമെൻറ്റ്സിനെ പറ്റി പറയുന്ന ആ ഒരു പോളിസിയാണ് ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ന്യൂ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിലും ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 എന്താണെന്ന് ചോദിച്ചാലും ഇത് രണ്ടിനും സെയിം ആൻസർ തന്നെയാണ് വരിക. അതാണ് ഇവിടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയുമ്പോൾ കണ്ടോ, ദ എക്സ്പ്ലനേഷൻ ഫോർ ബോത്ത് ആർ സെയിം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എഴുതേണ്ടത് ഈ ആൻസർ തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ ബാങ്ക് എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം, ഒരു ഇൻട്രോ പോലെ നമ്മൾ പറയണം. അതായത് ഇപ്പോൾ ഒരു ന്യൂ ബാങ്ക് സെറ്റപ്പ് ചെയ്യണമെന്നാണെങ്കിൽ വി ഹാവ് ടു ഫുൾഫിൽ ഓൾ ദോസ് ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ് prescribed by the Reserve Bank of India, and so those licensing requirements are as follows, and these will be provided or prescribed in this new bank licensing policy 2013 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഗൈഡ് ലൈൻസുകളെല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം അവസാനം ഒരു കൺക്ലൂഷൻ പോലെ പറയുക, ഇഫ് ദി above guidelines or the requirements are fulfilled, we can set up a new bank according to the guidelines of Reserve Bank of India and the Banking Regulation Act 1949 എന്ന് പറഞ്ഞിട്ടാണ് ആ ആൻസർ മോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ ബാങ്ക്. അപ്പോൾ അത് എഴുതുമ്പോഴായാലും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് എഴുതണം, അതുപോലെ റെക്കമെൻഡേഷൻ എന്താണെന്ന് എഴുതണം, ഗൈഡ് ലൈൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്താണെന്ന് പറയണം. പിന്നെ ഇത്രയും ഒരു 11 ആസ്പെക്ട്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആൻസർ അവസാനിപ്പിക്കുക. അങ്ങനെയാണ് സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ ബാങ്ക് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ ആൻസറിനെ മോൾഡ് ചെയ്യേണ്ടത്. ഇനി നേരിട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഇസ് ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഇൻട്രോൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇൻട്രോ ചെയ്തേണ്ടത് ഇങ്ങനെയാണ്, ഒരു ബാങ്ക്സ് ഇപ്പോൾ ഒരു സെറ്റിംഗ് അപ്പ് ഓഫ് എ ന്യൂ ബാങ്ക് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവും. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു പോളിസി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആൻഡ് സോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗൈഡ് ലൈൻസ്. അതിന് വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഈ ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി എഴുതുക. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും, അതായത് സെറ്റിംഗ് അപ്പ് ഓഫ് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ ന്യൂ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതേണ്ട ആൻസർ ഇത് തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ഫോർ ബോത്ത് സെയിം എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ നമ്മൾ പുതിയൊരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക് എൻറ്റിറ്റി ആണെങ്കിലും പ്രൈവറ്റ് എൻറ്റിറ്റി ആണെങ്കിലും നമ്മൾ ആ ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു നോൺ ഓപ്പറേറ്റീവ് ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി NOFHC എന്ന് പറയുന്ന പേരിലായിരിക്കും നമ്മളതിനെ ആ ബാങ്കിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുക. പിന്നീട് അതായത് ഈ NOFHCനെ നമ്മൾ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിട്ടായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിന് നമ്മൾ ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കുക. ആ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വയ്ക്കുക. അതിൽ നമ്മൾ ഇനി പറഞ്ഞു വരുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഒരുപാട് സംസാരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. ഒരു പബ്ലിക് എൻറ്റിറ്റി ആണെങ്കിലും പ്രൈവറ്റ് എൻറ്റിറ്റി ആണെങ്കിലും ഒരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ അത് NOFHC നോൺ ഓപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ടാണ് നമ്മളതിനെ സെറ്റപ്പ് ചെയ്യുക. നമുക്ക് സ്ലൈഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ബാങ്കുകളൊക്കെ ലൈസൻസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ സെറ്റപ്പ് ചെയ്തിരുന്നത് ഒരു ലൈസൻസിൻ്റെ ബാക്കപ്പിലാണ്. അപ്പോൾ ഒരു ഓവർ ദി ലാസ്റ്റ് 2 decades ആയിട്ട് നമ്മുടെ RBI കുറച്ച് ലൈസൻസസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് 1993 ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ 1993 ഗൈഡ് ലൈൻസ് നമ്മൾ റിവൈസ് ചെയ്ത് ജാനുവരി 2001 വീണ്ടും പുതിയൊരു ഗൈഡ് ലൈൻസ് നമ്മൾ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ ജാനുവരി 2001 കൊണ്ടുവന്നിട്ടുള്ള ആ ഗൈഡ് ലൈൻസ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് അതിലെ ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ അതിലത്തെ ലിമിറ്റേഷൻസോ ഒക്കെ മാറ്റി കുറച്ചും കൂടെ നല്ല ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, റിവൈസ്ഡ് വേർഷൻ ഓഫ് ജാനുവരി 2001 ഗൈഡ് ലൈൻസ് ആണ് ഈ ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു 2013 ഈ ഗൈഡ് ലൈൻസ് വന്നത് ഒരുപാട് കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസിൻ്റെയും ഒബ്സർവേഷൻസിൻ്റെയും ഒക്കെ ബേസിസിലാണ്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവും. അപ്പോൾ ആദ്യം ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നിട്ടുള്ള 1993 2001 ലൈസൻസിങ് പോളിസീസ് റിവൈസ് ചെയ്തിട്ടാണ് ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി വന്നിട്ടുള്ളത്. കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്ക് പോയിൻ്റായിട്ട് നോക്കാം. അതായത് ഓവർ ദി ലാസ്റ്റ് 2 decades നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകെ 12 ബാങ്ക്സിനാണ്, പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള 12 ബാങ്ക്സിനാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അത് 2 ഫേസിലായിട്ടാണ് ഇത് ഹാപ്പൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ 12 ബാങ്ക്സിന് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് 2 ഫേസിലായിട്ടാണ്. ആദ്യത്തെ ഒരു 10 ബാങ്കുകൾക്ക് ജാനുവരി 1993 ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിലും പിന്നീട് ബാക്കിയുള്ള 2 ബാങ്കുകൾക്കും പിന്നീട് അത് റിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ജാനുവരി 2011 ഗൈഡ് ലൈൻസിൻ്റെ ബേസിസിലുമാണ് നമ്മൾ ഈ 12 ബാങ്കുകൾക്കും ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മീൻസ് ഈ RBI ലൈസൻസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റിലൂടെ പറയുന്നത്. ഓവർ ദ ലാസ്റ്റ് 2 decades the Reserve Bank of India gave license to 12 banks in the private sector. This happened in 2 phases. 10 banks were licensed on the basis of the guidelines issued in January 1993, and the guidelines were revised in 2001 based on the experience gained from the functioning of these banks. Okay, then പിന്നീട് RBI നമ്മൾ പറഞ്ഞു ആദ്യം 10 ബാങ്ക്സിന് പിന്നെയാണ് ബാക്കി 2 ബാങ്ക്സിനെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആദ്യം ലൈസൻസ് കൊടുത്ത 10 ബാങ്ക്സിൻ്റെ ഫങ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അതിലെന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക നമ്മൾ കൊടുത്തിട്ടുള്ള പെർമിഷൻസ് കൂടിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയുള്ള അതിൽ നിന്നും അതിൻ്റെ ഫങ്ഷനിങ്ങിൽ ഓപ്പറേഷൻസിൽ നിന്നും നമ്മൾ ഗെയിൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയതിന് ശേഷം 1993 ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്തിട്ട് 2001 ലൈസൻസ് ഗൈഡ് ലൈൻസിൻ്റെ ബാക്കപ്പിലാണ് ബാക്കി 2 ബാങ്കുകൾക്ക് നമ്മൾ ലൈസൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2001 ലൈസൻസിങ് പോളിസീൻ്റെ ബാക്കപ്പിലാണ് ബാക്കി 2 ബാങ്കുകൾക്ക് നമ്മൾ ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. ആ 2 ബാങ്ക് എന്ന് പറയുന്നത് കൊട്ടാക് മഹീന്ദ്ര ബാങ്കും യെസ് ബാങ്കുമാണ്. ഓക്കെ, സോ അതോട് കൂടിയിട്ട് നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ കൊടുത്തിട്ടുള്ള അതായത് ബാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ബാങ്ക് ലൈസൻസിങ് അവിടെ തീരെയാണ്. പിന്നെ ഒരു ഇന്ത്യൻ ബാങ്കും 2014 ശേഷം ഒരു ഇന്ത്യൻ ബാങ്കും ഇവിടെ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടില്ല. ലാസ്റ്റായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ബാങ്ക് എന്ന് പറയുന്നത് യെസ് ബാങ്കാണ് ഇൻ 2004. അതിനുശേഷം ഒരു ബാങ്കും ഇന്ത്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ്. ദി RBI which allowed private banks in 1993 had issued the last set of licenses in 2001 to 2 applicants, Kotak Mahindra Bank and Yes Bank. No Indian bank has been formed since Yes Bank in 2004. Okay, then next point പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ RBIക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ, കുറച്ചും കൂടെ നല്ല പോലെ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, അതായത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ട് ബാങ്കിങ് സ്ട്രക്ചറിനെ നന്നായിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ളൊരു പോളിസി വേണം എന്നുള്ളൊരു നീഡ് RBI റെക്കഗ്നൈസ് ചെയ്തു. ആൻഡ് ഈ ഒരു നീഡ് മനസ്സിൽ വെച്ചുകൊണ്ട് നരസിംഹം കമ്മിറ്റിയുടെയും മറ്റ് രഘുറാം രാജൻ കമ്മിറ്റിയുടെയും മറ്റ് കമ്മിറ്റികളുടെയും എല്ലാവരുടെയും ഒബ്സർവേഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ എടുത്ത് നമ്മൾ പുതിയ ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാണ് ചെയ്തത്. ദാറ്റ് ഈസ് ഈ 1993 2001 ഗൈഡ് ലൈൻസിൻ്റെ പോരായ്മകളോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല മാറ്റങ്ങളോ ഒക്കെ വരുത്തിയിട്ട് ഒരു ബാങ്കിങ് സ്ട്രക്ചറിനെ കുറച്ചുകൂടെ നന്നായിട്ട് വാർത്തെടുക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പ്ലിസിറ്റ് പോളിസിയുടെ ആവശ്യമുണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് RBI ഈ നരസിംഹം കമ്മിറ്റിയുടെയും രഘുറാം രാജൻ കമ്മിറ്റിയുടെയും ഒക്കെ റെക്കമെൻഡേഷൻസും ഒബ്സർവേഷൻസും ഒക്കെ ഫോളോ ചെയ്തിട്ട് പുതിയൊരു ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയാണ്, സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു, അതായത് ഇവിടെ ഈ സ്ലൈഡിൽ പറയുന്ന പോലെ RBI recognized the need for the explicit policy on banking structure in India, keeping in view the recommendations of the Narasimham Committee and Raghuram Rajan Committee and other viewpoints എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് നമ്മൾ മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ
മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തത്. ദ റിപ്പോർട്ട് പോളിസി ഓൺ ന്യൂ ലൈസൻസസ് ഇൻ ബാങ്കിങ് സെക്ടർ ഓൺ October 18, 2013 ഈ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്തത്. ആ റിപ്പോർട്ടിൽ ഒരുപാട് ഒബ്സർവേഷൻസും ഒരുപാട് റെക്കമെൻഡേഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള കൺക്ലൂഷൻസും ഇൻഫ്ലുവൻസസും ഒക്കെ അറൈവ് ചെയ്ത് അതെല്ലാം എഴുതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ടിൻ്റെ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈറ്റിൽ പോളിസി ഓൺ ന്യൂ ലൈസൻസസ് ഇൻ ബാങ്കിങ് സെക്ടർ എന്നാണ്. അത് 2013 അത് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഇറ്റ് റിവ്യൂഡ് ദ പെർഫോമൻസ് ഓഫ് ന്യൂ ബാങ്ക്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ ബാങ്ക്സ് വൈൽ കീപ്പിംഗ് ഇൻ മൈൻഡ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വേണമെന്നുള്ളൊരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ട് കുറച്ചും കൂടെ ന്യൂ ബാങ്ക്സ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണം ബാങ്ക്സ് പെർഫോം ചെയ്യാനായിട്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്കുകൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം റിവ്യൂ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് അവർ പ്രസൻറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ റിപ്പോർട്ടിലത്തെ മേജർ ഒബ്സർവേഷൻ, കീ ഒബ്സർവേഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു: ഇഷ്യൂ ഓഫ് ലൈസൻസസ് ഫോർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ സെറ്റപ്പ് ഓഫ് ന്യൂ ബാങ്ക്സ്. ന്യൂ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഈ റിപ്പോർട്ടിലെ കീ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ ഈ ഒബ്സർവേഷൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ കമ്മിറ്റി നോട്ടഡ് ദാറ്റ് ഈ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ദിസ് കമ്മിറ്റി ഹാഡ് നോട്ടഡ് ദാറ്റ് നരസിംഹം കമ്മിറ്റി 1991 had recommended that the Reserve Bank of India permit establishment for new banks in private sector. അപ്പോൾ ഈ ഒരു റെക്കമെൻഡേഷൻ ആണ്, ഒരു ഒബ്സർവേഷൻ ആണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് നരസിംഹം കമ്മിറ്റി ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൈവറ്റ് സെക്ടറിൽ ന്യൂ ബാങ്ക്സിന് എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് പെർമിറ്റ് ചെയ്യണം എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ഓൾറെഡി നരസിംഹം കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു റെക്കമെൻഡ് അവിടെ വന്നിട്ടുണ്ട്, ലൈസൻസ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു റെക്കമെൻഡേഷൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട്, അതായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആ റിപ്പോർട്ടിൽ ഒരു കീ ഒബ്സർവേഷൻ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ബേസിസിൽ RBI ഒരു പുതിയ ലൈസൻസിങ് പോളിസി ഇഷ്യൂ ചെയ്യാണ് ചെയ്തത്. 2001 1993 ലൈസൻസിങ് പോളിസീസൊക്കെ റിവൈസ് ചെയ്ത് 2013 പുതിയൊരു ഗൈഡ് ലൈൻസ് ഫോർ ലൈസൻസിങ് ഓഫ് ന്യൂ ബാങ്ക്സ് RBI ഇഷ്യൂ ചെയ്തു. അതിനെയാണ് നമ്മൾ ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ആ ന്യൂ ബാങ്ക് ലൈസൻസിങ് പോളിസി 2013 ഗൈഡ് ലൈൻസും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് എന്ന് നോക്കാം. ദാറ്റ് ഈസ്, നമ്മളൊരു പുതിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പുതിയ ബാങ്കിന് ലൈസൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തൊക്കെ ആസ്പെക്ട്സ് അഥവാ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി ഇവിടെ പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു 11 ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എലിജിബിൾ പ്രൊമോട്ടേഴ്സ്. അതായത് entities or groups in the private sector or entities in public sector and non-banking financial companies NBFCs shall be eligible to set up a new bank through wholly owned non-cooperative financial holding company. അപ്പോൾ ഒരു ഹോളി ഓൺഡ് നോൺ ഓപ്പറേറ്റീവ് ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനിയിലൂടെയാണ് നമുക്കൊരു പുതിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലത്തെ ആയാലും പബ്ലിക് സെക്ടറിലത്തെ ആയാലും NBFCക്കാരായാലും അവർ ഒരു ഹോളി ഓൺഡ് നോൺ ഓപ്പറേറ്റീവ് ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനിയിലൂടെ ഒരു പുതിയ ബാങ്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. എൻറ്റിറ്റീസ് ഇൻ പ്രൈവറ്റ് സെക്ടർ, എൻറ്റിറ്റീസ് ഇൻ പബ്ലിക് സെക്ടർ and NBFCs shall be eligible to set up a bank through a wholly owned non-operative financial holding company. അപ്പോൾ ഈ NOFHC വഴിയാണ് ഈ കമ്പനീസിന് പുതിയൊരു ബാങ്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുക. അതാണ്. അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻ ആണ് ഫസ്റ്റ് നമ്മളോട് പറയുന്നത്. ഇനി സെക്കൻഡ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ. എൻറ്റിറ്റീസ് ഓർ ഗ്രൂപ്പ് should have a past record of sound credentials and integrity, be financially sound with a successful track record of 10 years. For this purpose, the RBI may seek feedback from other regulators
ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ്. ഇവിടെ പറയുന്നത് ഒരു നല്ല ക്രെഡൻഷ്യലുള്ള, നല്ലൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള, നല്ലൊരു ഫൈനാൻഷ്യൽ സൗണ്ട്നെസ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഉള്ള, നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഗ്രൂപ്പ്സിനോ എൻറ്റിറ്റീസിനോ ആണ് ബാങ്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അത്രയും നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോ, നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണോ, ട്രസ്റ്റ് വർത്തി ആണോ, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണോ, അതുപോലെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി, അങ്ങനെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസും എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് പല ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെയും റെഗുലേറ്റേഴ്സിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെയും ഒക്കെ ഫീഡ്ബാക്ക് നോക്കിക്കൊണ്ട് നല്ലൊരു ട്രാക്ക് റെക്കോർഡും ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ RBI അവർക്ക് ലൈസൻസ് കൊടുക്കും ബാങ്ക് സെറ്റപ്പ് ചെയ്യാനാണെന്നാണ് സെക്കൻഡിൽ പറയുന്നത്. ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതാണ്. നല്ലൊരു സൗണ്ട് ക്രെഡൻഷ്യൽ ആയിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കണം, ഫൈനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, വിത്ത് സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡ് ഓഫ് 10 years. 10 കൊല്ലത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നല്ലൊരു ബാക്കപ്പ് ഉള്ള ഹിസ്റ്ററി ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻറ്റിറ്റി ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ തേർഡ് പോയിന്റ് അല്ലെങ്കിൽ തേർഡ് ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞാൽ ദി NOFHC, അതായത് നോൺ കോഓപ്പറേറ്റീവ് ഫൈനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ഷാൽ ബി ഹോളി ഓൺഡ് ബൈ എ പ്രൊമോട്ടർ ഓർ പ്രൊമോട്ടർ ഗ്രൂപ്പ്. Then NOFHC shall hold the bank as well as all other financial services entities of the group. അതായത് ഈ NOFHC ഫുള്ളായിട്ട് പ്രൊമോട്ടറോ അല്ലെങ്കിൽ ആ പ്രൊമോട്ടറിൻ്റെ ഗ്രൂപ്പോ ഓൺ ചെയ്തിട്ടുണ്ടാവണം. പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു പ്രൊമോട്ട്സ് ദ കമ്പനി അല്ലെങ്കിൽ ആ ഒരു എൻറ്റിറ്റി. അപ്പോൾ ആളുടെ കയ്യിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഹോളി ഓൺഡ് ആയിട്ടിരിക്കണം ഈ NOFHC എന്ന് പറയുന്ന ഈ ഒരു എൻറ്റിറ്റി. മാത്രമല്ല അവർക്ക് ബാങ്കും മറ്റ് ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന എൻറ്റിറ്റീസും സെറ്റപ്പ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ ഉണ്ട്. അപ്പോൾ ദി NOFHC ഷാൽ ബി ഹോളി ഓൺഡ് ബൈ ദി പ്രൊമോട്ടർ ഓർ പ്രൊമോട്ടർ ഗ്രൂപ്പ് ആൻഡ് ഷാൽ ഹോൾഡ് ദ ബാങ്ക് ആസ് വെൽ ആസ് ഓൾ അതർ ഫൈനാൻഷ്യൽ സർവീസസ് എൻറ്റിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ്. ഓക്കെ, അതാണ് ആ കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്നുള്ള പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊമോട്ടർ ഗ്രൂപ്പ് ആ NOFHC ഹോളി ഓൺ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാങ്കോ മറ്റ് ഫൈനാൻഷ്യൽ സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസോ സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. Then fourth point, minimum voting equity capital requirements for banks and shareholding by NOFHC. That is, the minimum initial minimum paid up voting equity capital for a bank shall be rupees 5 billion. 5 billion initial minimum paid up capital ഉണ്ടാവണം, equity capital. The bank shall get its shares listed on the stock exchanges within 3 years of the commencement of the business by the bank. അപ്പോൾ ഒരു എൻറ്റിറ്റി നമ്മൾ ബാങ്കായിട്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാങ്കിൻ്റെ ഇനീഷ്യൽ മിനിമം പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 billion ആയിരിക്കണം. അതുപോലെ ആ ബാങ്ക് ബിസിനസ്, ആ ബാങ്കിങ്ങിൻ്റെ ബിസിനസ് കമൻസ് ചെയ്ത് 3 years ആവുമ്പോഴാണ് ഈ സ്റ്റോക്കൊക്കെ അവരുടെ ആ ഒരു ഷെയറൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആവുള്ളൂ. നമ്മൾ ഇപ്പോൾ ഷെയറിനെ പറ്റി നമുക്കറിയാം, പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ പറ്റി അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം എന്ന് നമുക്കറിയാം. നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമാണ് നമുക്കുള്ളത്. ഒരുപാടുണ്ട്, പക്ഷേ പ്രൈം ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ ലിസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യണം, അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഓപ്പറേഷൻസ്, ബാങ്കിൻ്റെ ബിസിനസ് കമൻസ് ചെയ്ത് വിതിൻ 3 years അവരുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ആവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ 5 billion ഇനീഷ്യൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂടി അവർക്ക് ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഗൈഡ് ലൈൻ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇനീഷ്യൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 billion ആയിരിക്കണം. Then fifth point, regulatory framework ആണ്. The bank will be governed by the provisions of the relevant acts, relevant statutes and the directives, prudential regulations and other guidelines or instructions issued by RBI and other regulators. The NOFHC shall be registered as a non-banking finance company, that is NBFC, with the RBI and will be governed by the separate set of directions issued by RBI. അപ്പോൾ നമ്മളൊരു ബാങ്ക് സെറ്റപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ റെലവൻ്റ് ആയിട്ടുള്ള ആക്റ്റുകൾ, റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട്സ്, അതായത് ലോ അതുപോലെ ഡയറക്റ്റീവ്സ്, പ്രൊഡൻഷ്യൽ ആയിട്ടുള്ള റെഗുലേഷൻസ്, മറ്റ് ഗൈഡ് ലൈൻസ് എല്ലാം അതിനെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടേ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടേ കൺട്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഏതൊക്കെ റെഗുലേറ്റേഴ്സ് ഉണ്ടോ മാർക്കറ്റിൽ
അപ്പോൾ RBIയുടെ, സെബിയുടെ, അതുപോലെ മറ്റു ആക്റ്റുകളുടെ, മറ്റ് ലോൻ്റെ, മറ്റ് സ്റ്റാറ്റ്യൂട്ട്സിൻ്റെ, ഡയറക്റ്റീവ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കണ്ണ് നമ്മുടെ ആ ഒരു ബാങ്കിലുണ്ടാവും. എല്ലാവരും അവരുടെ ഗൈഡ് ലൈൻസും അവർ പറയപ്പെടുന്ന അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ഗൈഡ് ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഈ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഈ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോളോ ചെയ്തേ പറ്റൂ. അതാണ് അതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുന്നത് NOFSC ഷാൽ ബി, നമ്മൾ പറഞ്ഞു പ്രൊമോട്ടേഴ്സ്, ആ എൻറ്റിറ്റിയുടെ പ്രൊമോട്ടർ, ബാങ്ക് ഇപ്പോൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് ഹോളി ഓൺ ചെയ്തിട്ടുണ്ടാവണം ഈ NOFSC എന്ന് പറഞ്ഞു. അത് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിട്ടാണ് നമ്മൾ RBI രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല അതിനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസൊക്കെ RBI ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യാന്നാണ് പറയുന്നത്. അതാണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന പോയിന്റിലൂടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫോറിൻ ഷെയർ ഹോൾഡിംഗ് ഇൻ ദ ബാങ്ക് ആണ്. അതിൽ പറയുന്നത് ദ ആഗ്രിഗേറ്റ് നോൺ റെസിഡൻറ്റ് ഷെയർ ഹോൾഡിംഗ് ഇൻ ദ ന്യൂ ബാങ്ക് ഷാൽ നോട്ട് എക്സീഡ് 49% ഫോർ ദ ഫസ്റ്റ് 5 years, ആഫ്റ്റർ വിച്ച് ഇറ്റ് വിൽ ബി ആസ് പെർ ദി എക്സ്റ്റെൻറ്റ് പോളിസി. അതായത് ഒരു പുതിയ ബാങ്ക് നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലത്തെ നോൺ NRI, അതായത് നോൺ റെസിഡൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 49%-നേക്കാൾ കൂടാനായിട്ട് പാടില്ല ആദ്യത്തെ 5 ഇയേഴ്സിലേക്ക്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ റൂൾസ് അനുസരിച്ച് നമുക്ക് മാറ്റുകയോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. ഏതായാലും ആദ്യത്തെ ഫസ്റ്റ് 5 ഇയേഴ്സിൽ 49%-നേക്കാൾ കൂടാനായിട്ട് പാടില്ല NRI ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഷെയർ ഹോൾഡിംഗ് എന്നാണ് 6th പോയിന്റിലൂടെ പറയുന്നത്. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. ദെൻ 7th പോയിന്റ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് NOFSC. അതായത് അറ്റ്ലീസ്റ്റ് 50% of the directors of the NOFSC should be independent directors. The corporate structure should not imbibe effective supervision of the bank and the NOFSC on a consolidated basis by the RBI. അതായത് ഈ NOFSC ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫിനാൻഷ്യൽ കമ്പനി, ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് ലൈക്ക് കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡിങ്സും കാര്യങ്ങളും ഒക്കെ കൈവശപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്മുടെ ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു ഹോളി ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ നിൽക്കുന്നതാണ് നമ്മൾ NOFSC എന്ന് പറയുന്നത്. അതൊരു ബാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ ബാങ്ക് അല്ല, പക്ഷെ ബാങ്കിൻ്റെ ഹോൾഡിങ്സ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിനൊരു പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും അവരത് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു NOFSC ആയിട്ടാണ്. അതിനെ രജിസ്റ്റർ ചെയ്യണത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയിട്ടാണ്. അതും ബാങ്കും തമ്മിൽ ഒരു എന്തെങ്കിലും ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു മാച്ചോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരർത്ഥമില്ല. അതൊരു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ലൈക്ക് കമ്പനീസ് ഹോളി ഓൺഡ് ആയിട്ടുള്ള അവരുടെ പ്രൊമോട്ടേഴ്സ് ഹോളി ഓൺ ചെയ്യുന്ന ഒരു NBFC ആയിട്ടാണ് NOFSC എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ NOFSCയിലത്തെ ഡയറക്ടേഴ്സ് 50% ഓഫ് ഡയറക്ടേഴ്സ് എങ്കിലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. അതുപോലെ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഒന്നും ഒരിക്കലും ബാങ്കിൻ്റെയോ അല്ലെങ്കിൽ NOFSCയുടെയോ സൂപ്പർവിഷനും കാര്യങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഇമ്പൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് അതിൻ്റെ കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഓഫ് NOFSC എന്ന് പറഞ്ഞാൽ അവിടുത്തെ മീനിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ 8th പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡൻഷ്യൽ നോം ഫോർ NOFSC. പ്രൊഡൻഷ്യൽ നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്ക്, ഇപ്പോൾ നമ്മുടെ പറയുകയാണെന്നുണ്ടെങ്കിൽ RBI ആണ്. ഇപ്പോൾ സെൻട്രൽ ബാങ്കോ ബാങ്ക് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന റെഗുലേഷൻസും പോളിസീസും റൂൾസും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു നോംസിനെയാണ് നമ്മൾ പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുക. ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ലൈക്ക് കമ്പനീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൺട്രിയുടെ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ NOFSCയുടെ പ്രൊഡൻഷ്യൽ നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൊഡൻഷ്യൽ നോംസ് വിൽ ബി അപ്ലൈഡ് ടു ദി NOFSC both on standalone as well as on consolidated basis, and the norms would be on similar lines as that of a bank. അത് ആ ഒരു ലൈൻ നമ്മൾ ശ്രദ്ധിക്കണം. The norms would be similar as like that of a bank എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഇതൊരു ബാങ്ക് ആണോ എന്ന് ചോദിച്ചാൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഒരു ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ലൈക്ക് കമ്പനീസ് ആദ്യം പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് എൻറ്റിറ്റി ആണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ ഒരു നോൺ ഓപ്പറേറ്റീവ് ഫിനാൻഷ്യൽ ഹോൾഡിംഗ് കമ്പനി ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് പറയുന്നത് ബാങ്കിനോട് സിമിലർ ആയിട്ടുള്ള ബാങ്ക് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് സിമിലർ ആയിട്ടുള്ള എല്ലാ നോംസും ഈ NOFSCക്കും ബാധകമാണ്.
അത് സ്റ്റാൻഡ് അലോൺ ആയിട്ടാണെങ്കിലും കൺസോളിഡേറ്റ് ആയിട്ടാണെങ്കിലും പ്രൊഡൻഷ്യൽ നോംസ് എല്ലാം ഈ NOFSCക്കും അപ്ലിക്കബിൾ ആണ്, അവർക്കും കൂടി അത് ബാധകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്ത് പോയാലാണ് നമുക്കൊരു ബാങ്ക് ലൈക്ക് അല്ലെങ്കിൽ ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ പറയുന്നത് 9th one exposure norms ആണ്. ദാറ്റ് ഈസ് the NOFSC and the bank shall not have any exposure to the promoter group. The bank shall not invest in the equity or debt capital instruments of the financial entities held by the NOFSC. NOFSC held ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എൻറ്റിറ്റീസിൻ്റെയും ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല ഈ പറയുന്ന ബാങ്ക് എന്ന് പറയുന്ന നമ്മൾ പുതുതായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ബാങ്ക്. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പോഷർ നോംസിൽ പറയുന്നത്. Then 10th one is the business plan for the bank. The business plan should be realistic and viable and should address how the bank proposes to achieve financial inclusion. അതായത് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവുമായിട്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബാങ്ക് സെറ്റപ്പ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെറ്റപ്പ് ചെയ്യുന്ന ബാങ്കിൻ്റെ ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അച്ചീവ് ചെയ്യാൻ പോകുന്നത്, എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടോ വയബിൾ ആയിട്ടോ അതിന് സാധിക്കും എന്നുള്ളത് നമ്മളൊരു ബിസിനസ് പ്ലാൻ നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നാണ് ഈ ഒരു 10th പോയിന്റിൽ പറയുന്നത്. പിന്നെ അതർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രോഡായിട്ട് പറയാണ്. ദ ബോർഡ് ഓഫ് ദി ബാങ്ക് ഷുഡ് ഹാവ് മെജോറിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. ദ ബാങ്ക് ഷാൽ ഓപ്പൺ അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇൻ അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസ്. അതായത് അൺബാങ്ക്ഡ് റൂറൽ ഏരിയാസിൽ 25% എങ്കിലും ആ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ദ ബാങ്ക് ഷാൽ കംപ്ലൈ വിത്ത് ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് ടാർഗറ്റ്സ് ആൻഡ് സബ് ടാർഗറ്റ്സ് ആസ് അപ്ലിക്കബിൾ ടു ദി എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് ബാങ്ക്സ്. പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് നമുക്ക് എല്ലാവർക്കും ഒരു യൂസ്ഡ് ആയിട്ടുള്ള ടേമാണ്. അതായത് ഒരുപാട് പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ നമ്മുടെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൻ്റെ ടാർഗറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന, കംപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ബാങ്കിൻ്റെ ഓപ്പറേഷൻസ് വരേണ്ടത്. Then 4th point, banks promoted by groups having 40% or more asset or income from non-financial business will require RBI prior approval for raising paid up voting equity capital beyond ₹10 billion for every block of 5 billion. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് പ്രൊമോട്ടർ ഗ്രൂപ്പ്സ് 40% അല്ലെങ്കിൽ അവിടുത്തെ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 40%-ന് കൂടുതൽ നമ്മൾ പ്രൊമോട്ടർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊമോട്ടറിൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു RBIയുടെ പ്രയർ അപ്രൂവൽ ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊമോട്ടേഴ്സിന് ബാങ്ക്സ് പ്രൊമോട്ടഡ് ബൈ ഗ്രൂപ്പ്സ് ഹാവിംഗ് 40% or more assets or income from non-financial business will require RBI's prior approval for raising paid up equity capital beyond 10 billion. 10 ബില്യണിൽ കൂടുതൽ ഇക്വിറ്റി ക്യാപിറ്റൽ റേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ RBIയുടെ പ്രയർ അപ്രൂവൽ ഇവിടെ ആവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എനി നോൺ കംപ്ലയൻസ് ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിൽ അട്രാക്ട് penal measures including cancellation of license of the bank. ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ടേംസോ കണ്ടീഷൻസോ ഗൈഡ് ലൈൻസോ എന്തെങ്കിലും നമ്മൾ ഫുൾഫിൽ ചെയ്യാതെ പോവുകയാണ്, അല്ലെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുകയാണ്, വേണ്ടാന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ, അല്ലെങ്കിൽ ലൈസൻസ് തന്നെ കട്ടായി പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 11 guidelines of guidelines or important aspects of new bank licensing policy 2013 for setting up and licensing of new banks. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. താങ്ക് യു.